അസ്സലാമു അലൈക്കും. കുറച്ച് ചിക്കൻ ഒന്ന് കഴുകി വൃത്തിയാക്കിയെടുക്കാം. ഇഞ്ചി, വെളുത്തുള്ളി, കുരുമുളക് ഒന്ന് ചതച്ചെടുക്കാം. അതിനുശേഷം കഴുകി വൃത്തിയാക്കിയെടുത്ത ചിക്കനിലേക്ക് നമുക്ക് ഈ ചതച്ചെടുത്ത ഇഞ്ചി വെളുത്തുള്ളിയുടെ കൂട്ടൊന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇന്നൊരു വെറൈറ്റി ചിക്കനാണ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ക്രിസ്മസും ന്യൂ ഇയറും ഒക്കെ വരുന്ന സമയമല്ലേ, അപ്പോൾ നമുക്ക് വെറൈറ്റി ആയിട്ട് ഒരു ചിക്കൻ കറി ഉണ്ടാക്കാം. അതിനായിട്ടാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. ഇനി അതിന് ശേഷം ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് പെരുംജീരകം, പട്ട, ഗ്രാമ്പൂ, ഏലയ്ക്ക, തക്കോലം, കുറച്ച് മല്ലി ഇത്രയിട്ട് നമുക്കിതൊന്ന് വറുത്തെടുക്കാം. അത് ഒരുവിധം മൂത്ത് വരുന്ന സമയത്തിന് നമുക്ക് ഒരു 5-6 അണ്ടിപ്പരിപ്പ്, കുറച്ച് ബദാം പരിപ്പ് ഒക്കെ ഇട്ട് അതുകൂടെ ഇതിനകത്തൊന്ന് മൂപ്പിച്ചെടുക്കാം. വെറൈറ്റി ചിക്കൻ കറികൾ നമുക്ക് വളരെ ഇഷ്ടമുള്ളതാണല്ലോ. അപ്പോൾ ഇത് ഒരു മുഗളായി രീതിയിലാണ് ഈ ചിക്കൻ കറി ഉണ്ടാക്കുന്നത്. അതായത് മഹാറാണി ചിക്കൻ എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ആ ചിക്കൻ കറിയാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. അതിനായി നമ്മൾ വറുത്തെടുത്ത ആ മസാലക്കൂട്ടിലോട്ട് കുറച്ച് ഉണക്കമുളകും കൂടി ഇട്ട് കൊടുത്ത് അതുകൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ ആ പാനിൻ്റെ ചൂടുകൊണ്ട് ഒക്കെ ഇത് മൂത്ത് വന്നോളും. കുറച്ച് കസ്തൂരി മേത്തിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ചെറുതീയിലോട്ട് ഒന്നുകൂടെ ഒന്ന് മൂപ്പിച്ചെടുത്ത ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം ഇതെല്ലാം നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഈ പൊടിച്ചെടുക്കുന്ന ഈ പൊടിയാണ് നമ്മൾക്ക് ഈ ചിക്കന് മെയിനായിട്ട് വേണ്ടത്. അതിനുശേഷം കുറച്ച് സവാള കട്ട് ചെയ്തെടുക്കാം. സവാളയ്ക്കൊപ്പം തന്നെ 2-3 പച്ചമുളകും കൂടെ കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് വെജിറ്റബിൾ ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത്. കൂടെ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ നെയ്യും വെജിറ്റബിൾ ഓയിലും കൂടെ ആകുമ്പോൾ നല്ല ടേസ്റ്റാണ്. പിന്നെ നമ്മൾ കട്ട് ചെയ്തെടുത്ത സവാളയും പച്ചമുളകും കൂടെ ഇതിനകത്തോട്ട് ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നല്ലൊരു ചിക്കൻ കറിയാണിത്. അപ്പവും ഇടിയപ്പവും ചപ്പാത്തിയും ഒക്കെ കഴിക്കത്തക്ക രീതിയിലുള്ള നല്ല അടിപൊളി ഒരു ചിക്കൻ കറിയാണ്. ഇതിൽ നമ്മൾ മഞ്ഞൾപ്പൊടിയോ മറ്റുള്ള പൊടി വകകളൊന്നും, മുളക് പൊടി ഒന്നും ചേർക്കുന്നില്ല. നമ്മൾ ഈ കുരുമുളകിൻ്റെ എരി മാത്രമാണ്, ഈ പച്ചമുളകിൻ്റെ എരി മാത്രമാണ് ഈ ചിക്കനകത്തുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കുരുമുളക് പൊടി കൂടുതൽ ചേർത്തിരിക്കുന്നത്. അങ്ങനെ നന്നായിട്ട് ഈ സവാളയും പച്ചമുളകും ഒക്കെ ഒന്ന് വഴണ്ട് വരുമ്പോൾ അതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കുരുമുളകും എല്ലാം കൂടെ ചതച്ചത് ചേർത്തൊന്ന് പുരട്ടി വെച്ചിരിക്കുകയല്ലേ. അപ്പോൾ അത് നമ്മൾ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുക. ഇതിനകത്തോട്ട് ചേർത്തതിന് ശേഷം ഈ സവാളയ്ക്കകത്തിട്ട് നന്നായിട്ടൊന്ന് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ആ സവാളയൊക്കെ ആ ചിക്കൻ്റെ എല്ലാ വശത്തും പിടിക്കത്തക്ക രീതിയിൽ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. നമ്മളിപ്പോൾ ഇത് ചെയ്യുന്നത് 1 കിലോ ചിക്കനിലാണ്. 1 കിലോ ചിക്കൻ്റെ കാര്യങ്ങളൊക്കെയാണ് ഇപ്പം നമ്മൾ റെഡിയാക്കിയെടുത്ത് ഇത് ചെയ്യുന്നത്. അപ്പം നമ്മൾ ചിക്കൻ്റെ അളവ് കൂടുന്നതനുസരിച്ച് നമുക്കിതിൻ്റെയൊക്കെ അളവുകൾ കൂട്ടിയെടുക്കാവുന്നതാണ്. അങ്ങനെ അതെല്ലാം നന്നായിട്ട് പാനിൽ അപ്പോഴത്തേന് ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മളിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ. അപ്പം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന നമ്മൾ മസാലക്കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആ മസാലയെല്ലാം ചേർത്ത് കഴിയുമ്പോഴത്തേന് വീണ്ടും നമുക്ക് ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ആവശ്യത്തിന് ഉപ്പും ചേർക്കണം. അപ്പോൾ ഇവിടെ ഈ മസാലക്കൂട്ടൊക്കെ ചേർത്തതിന് ശേഷമാണ് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്താണ് നമ്മളിത് ഇളക്കി യോജിപ്പിച്ചെടുക്കുന്നത്. അങ്ങനെ ഈ മസാലയെല്ലാം ഈ ചിക്കൻ്റെ എല്ലാ സൈഡിലും ആകത്തക്ക രീതിയിൽ നമുക്ക് ഈ നന്നായിട്ട് ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതൊരു വെളുത്ത കളറിൽ തന്നെയാണ് ഇരിക്കുന്നത്. അതുകൊണ്ടൊന്നും നമുക്ക് ഇത് കഴിക്കുമ്പോൾ ടേസ്റ്റിനൊന്നും ഒരു വ്യത്യാസവും വരത്തില്ല. വെള്ളത്തിന് ആവശ്യമായിട്ട് നമ്മൾ ആ മിക്സിയുടെ ജാറ് കഴുകി കുറച്ച് വെള്ളം കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ വളരെ കുറച്ച് വെള്ളം മാത്രമേ നമ്മളിതിൽ ചേർക്കുന്നുള്ളൂ. ചിക്കനിൽ നിന്ന് ഇറങ്ങി വരുന്ന വെള്ളം മാത്രമാണ് ഇതിൽ ആകെപ്പാടെ വെള്ളമായിട്ടുള്ളത്. പിന്നെ നമ്മൾ ആ മിക്സിയുടെ ജാറ് കഴുകിയ ഒരല്പം വെള്ളം, ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം മാത്രമേ നമ്മളിതിൽ ചേർക്കുന്നുള്ളൂ. നമ്മളധികം വെള്ളമൊന്നും ഇതിൽ ചേർത്ത് കൊടുക്കുന്നില്ല.
അതിനുശേഷം നമ്മളിതിൽ ചേർക്കുന്നത് അധികം പുളിയില്ലാത്ത തൈരാണ്. അതൊരു ടേബിൾ സ്പൂണോളം ചേർക്കുന്നുണ്ട്. അപ്പോൾ അതുകൂടെ ചേർത്തതിന് ശേഷം നമുക്ക് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത ശേഷം ഇത് നമുക്കൊന്ന് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കാം. കാരണം വെള്ളമൊന്നും നമ്മൾ ഒരുപാട് ചേർക്കാത്തത് കൊണ്ടും ഇതിനകത്ത് ചേർത്തിരിക്കുന്ന ചേരുവകളൊക്കെ അടിക്ക് പിടിക്കുന്നതായതുകൊണ്ടും നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ട് ഇത് കുക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഈ ചിക്കനിൽ നിന്നുള്ള വെള്ളമെല്ലാം ഇറങ്ങി വരുന്നതായിരിക്കും. അപ്പോൾ അതിന് ശേഷമാണ് നമ്മൾ ബാക്കിയുള്ള ചേരുവകൾ ചേർക്കുന്നത്. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ മഹാറാണി ചിക്കനാണ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടെ അമർത്തിയാൽ ഞാനെടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അങ്ങനെ വളരെ സ്വാദിഷ്ടമായ നമ്മൾ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള മുഗളായി മഹാറാണി ചിക്കനാണ് ഇവിടെ റെഡിയായിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ഫ്രഷ് ക്രീമാണ്. അത് നമ്മളെടുത്തിരിക്കുന്ന ചിക്കൻ അനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതുകൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഒന്നുകൂടൊന്ന് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുത്ത ശേഷം നമുക്കിത് അടുപ്പിൽ നിന്ന് വാങ്ങാവുന്നതാണ്. അങ്ങനെ വളരെ രുചികരമായിട്ടുള്ള ഒരു ചിക്കൻ കറിയാണ് ഇവിടെ തയ്യാറായിരിക്കുന്നത്. അപ്പോൾ ഈ ക്രിസ്മസിനും ന്യൂ ഇയറിനും ഒക്കെ നമുക്കിത് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ. അപ്പോൾ ഇനി ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.